ചോറിൻ്റെ കൂടെ വളരെ വ്യത്യസ്തമായൊരു കറി ഉണ്ടാക്കാം. നമ്മൾ സാധാരണ പല രീതിയിൽ തീയലുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന തീയലാണ് തക്കാളി തീയൽ. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ എങ്ങനെയാണ് തീയൽ ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഉണ്ടാക്കുന്ന മസാലയാണ് നമ്മൾ അതിൻ്റെ അരപ്പായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ പുളി, തക്കാളിയുടെ പുളി അനുസരിച്ച് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള ചെറിയ മധുരം ചേർക്കുക. അത്രയും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള തീയൽ റെഡിയാക്കിയത്. അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ഇപ്പോൾ വെറുതെ മടി പിടിച്ചിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ തക്കാളി തീയൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി തീയലിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഈ വലിപ്പത്തിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ 2 തക്കാളിയിലേക്ക് ഗ്രേവിക്കും എല്ലാമായിട്ട് ഈ വലിപ്പത്തിലുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളിയും ഇതുപോലൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ബാക്കി പൊടികൾ നമ്മൾ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് രണ്ടും കട്ട് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ഇതെല്ലാം കട്ടിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യം കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മളിതാ സവാള നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുറുകെ കട്ട് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിപ്പോൾ കട്ട് ചെയ്ത് തന്നെയാണ് ചേർക്കുന്നത്. ഉള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഈ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓരോ തക്കാളിയും 8 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള വഴറ്റിയെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു സവോള എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 സവോള എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രേവിക്കായിട്ടാണ് നമ്മൾ ഒരു സവോള എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റി പൊടികളും ചേർത്ത് വഴറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ചൂട് മാറിയിട്ടേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിതാ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള, ഉള്ളി. ഞാനിതിപ്പോൾ എളുപ്പമുള്ള രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഉള്ളിയും കൂടി ഇപ്പോൾ തന്നെ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് ചെയ്യാം ഈ ഒരു റെസിപ്പി. ആദ്യം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി മാറ്റിയതിന് ശേഷം ബാക്കിയിരിക്കുന്ന സവോളയും ഉള്ളിയും. ഇപ്പോൾ നിങ്ങൾ ഉള്ളി മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉള്ളി, അല്ലെങ്കിൽ ബാക്കിയിരിക്കുന്ന ഒരു സവോളയും ഉള്ളിയും ചേർത്ത് വഴറ്റിയിട്ട് തക്കാളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇതാവുമ്പോൾ ഒറ്റ പ്രാവശ്യം വഴറ്റിയാൽ മതി. അങ്ങനെയാണ് എളുപ്പവഴി എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ സമയത്ത് തന്നെ കുറച്ച് വാളൻ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്താ വെച്ചാൽ നമ്മുടെ തക്കാളിക്ക് പുളിയുണ്ട്. അപ്പോൾ ബാക്കി തീയലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പുളി ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വാളൻ പുളി, ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ ഞാൻ ഈ ഉള്ളി എടുത്തതിൽ നിന്ന് ഒരു 4-5 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് വറവിടാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം, നമ്മുടെ സവോള വേഗം തന്നെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. ഞാനിപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് തീയലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് തക്കാളിയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ല, നമ്മൾ തക്കാളി കുക്കായി കഴിയുമ്പോൾ പച്ചമുളകും കൂടി ചേർക്കാം. ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പച്ചമുളക് അരയ്ക്കുമ്പോൾ എരിവ് കൂടിപ്പോവും, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കേണ്ടതെന്ന് പറയുന്നത്. ഈ സവോളയൊന്ന് നന്നായിട്ട് കളർ മാറി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ആദ്യം മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ, ഞാനിപ്പോൾ ഇതാ ഇതുപോലെ സ്പൂണിൽ നിറയെ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിലും മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂണിൽ തന്നെ മല്ലിപ്പൊടി എടുത്തതിനേക്കാൾ കുറച്ച് കുറവ്, അതായത് ടേബിൾ സ്പൂണിൽ ലെവലായിട്ടാണ് എടുക്കുക. മറ്റേത് നമ്മൾ ഹീപ്ഡ് സ്പൂണായിട്ടാണ് എടുത്തത്, ഇത് ലെവലായിട്ട് എടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവുണ്ടാവില്ല. ഇത്രയും ചേർത്തിട്ടിനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെയാണ് തീയൽ ഉണ്ടാക്കുന്നത്, വേറെ
അധികം പാത്രങ്ങൾ കഴുകണ്ടല്ലോ എന്ന് വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി 2 പ്രാവശ്യമായിട്ടൊക്കെ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം പാത്രം കഴുകണം. പിന്നെ വേറെ പാനിലാണ് കറി ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കഴുകണം. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ കറികൾ എന്ന് പറയുക. അങ്ങനെയുള്ള കറികളിൽ ഒന്നാണിത്. എന്താ വെച്ചാൽ തേങ്ങ വേണ്ട, എളുപ്പമല്ലേ. തേങ്ങ ചിരവി വറുത്ത് അരച്ചൊക്കെ വരുമ്പോൾ എല്ലാവർക്കും പൊതുവേ കുറച്ച് മടിയൊക്കെ വരും. പോരാത്തതിന് മഴക്കാലമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ മഴയുടെ തണുപ്പും മടിയും എല്ലാം കൂടി വരുമ്പോൾ ചോറിന് കറി എന്തുണ്ടാക്കണം എന്നുള്ള തലവേദനയൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള കറികളാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്കയും തീയലുണ്ടാക്കാം. പക്ഷേ വെണ്ടയ്ക്ക് തീയലിനാവുമ്പോൾ പുളിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം, പൊടികളുടെ അളവിലും വ്യത്യാസം വരുത്തേണ്ടി വരും. ഇനി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തീയലും റെഡിയാക്കാം. അപ്പോൾ പൊടികളൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ അതൊന്ന് കുക്കായി വരാൻ 1 മിനിറ്റ് ടൈം എടുക്കും. സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ ഉള്ളി നന്നാക്കി എടുക്കാൻ സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനും സവാള തന്നെ ചേർക്കാം. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളിയും കൂടി ചേരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു 1/4 ഭാഗം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മസാലകളുടെ ചൂടൊന്ന് മാറി വരും. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. കുറച്ച് ഗ്രേവിയിലേക്കായിട്ട് നമ്മളിവിടെ വയ്ക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം, ഏകദേശം ഒരു 1/4 ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രയും സവാള ഇതിലുണ്ട്. ഇത് മതി നമുക്ക്. 2 തക്കാളിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം വേഗം തന്നെ ചൂട് മാറി വരാനായിട്ട്. എന്താ വെച്ചാൽ ചൂടോടുകൂടി അരച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വരും, നമ്മുടെ കൈയൊക്കെ പൊള്ളും. അതുകൊണ്ടാണ് നമ്മൾ ചൂട് മാറിയിട്ട് അയക്കാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പുളിവെള്ളമാണ്. നമ്മൾ വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, അപ്പോൾ എൻ്റെ പുളിവെള്ളം കാണുമ്പോൾ കളർ ഉണ്ടാവില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ വീട്ടിലുണ്ടാകുന്ന പുളിയാണ്. പുളിക്ക് കളറൊന്നുമില്ല അധികം, പക്ഷെ നല്ല പുളി കൂടുതലാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ പുളിവെള്ളം ആഡ് ചെയ്യുള്ളൂ. ബാക്കി നമ്മുടെ തക്കാളിയുടെ പുളി ഇറങ്ങും. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ നമ്മുടെ പുളി വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഉപ്പുണ്ടാവും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മസാല വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതിനുശേഷം അരപ്പും ചേർത്തിട്ടാണ് നമ്മൾ തക്കാളി ചേർക്കുക. ഇപ്പോൾ തന്നെ ചേർക്കില്ല. ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. എൻ്റെ കറിവേപ്പിലയുടെ നീളം നോക്കി, നല്ല നീളമുള്ള കറിവേപ്പില കണ്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാകുന്നത് നല്ല കറിവേപ്പിലയായിരിക്കും. അത് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കറിവേപ്പിലയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറിവേപ്പില ധാരാളമായിട്ട് ചേർക്കുന്നത്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് കറിവേപ്പിലയോട് എന്താണ് ഇത്രയ്ക്ക് സ്നേഹം എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോള ചൂട് മാറിയത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അത് ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല, ലോ ഫ്ലെയിമിലിരിക്കട്ടെ. അത് അവിടെ ഇരുന്ന് ഒന്ന് പുളിയൊക്കെ ഒന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മസാലയും പുളിയും ചേർന്ന് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ വഴിച്ച് വെച്ചിരുന്ന സവോളയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് ചേർക്കുക. പിന്നെ നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചുകൂടി വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 മിനിറ്റ് നമ്മുടെ തക്കാളി ഇതിലൊന്ന് തിളച്ച് കുക്കാവണം. എന്താ വെച്ചാൽ തക്കാളി ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീയൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ പച്ചമുളക് ചേർക്കാം. ഒരു 2-3 പച്ചമുളക് ചേർക്കുക. അത് സ്പ്ലിറ്റ് ചെയ്തിട്ടോ മുറിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇതൊന്നിനി തിളച്ച് വരട്ടെ നന്നായിട്ട്. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ശർക്കരയാണ്. തീയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ശർക്കര ചേർക്കാതെ തീയൽ ഉണ്ടാക്കില്ല. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ശർക്കരയില്ല, എൻ്റെ കയ്യിൽ പഞ്ചസാരയുള്ളൂ. ശർക്കര തീർന്നു പോയി, വാങ്ങിക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ നമ്മുടെ തീയൽ ഇതാ
തിള വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു തക്കാളിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ആണെങ്കിൽ ഒരു സവോള എടുക്കുക. 2 തക്കാളി എടുത്തുകൊണ്ടാണ് ഞാൻ 2 സവോള എടുത്തിട്ടുള്ളത്. തക്കാളി മുറിച്ചത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് തക്കാളി അധികം അങ്ങോട്ട് ഉടയണ്ട. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഇതാ നമ്മൾ തീയൽ കുക്ക് ചെയ്യാൻ വെച്ച് തക്കാളി ചേർത്തിട്ട് 5 മിനിറ്റ് ആയി കഴിഞ്ഞു. തക്കാളി ഒന്നും ഉടഞ്ഞു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടോ നമ്മൾ വലുതായിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ ഉടഞ്ഞു പോവില്ല. ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ കറി കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ശർക്കര ആണെങ്കിൽ ശർക്കര ചേർക്കുക. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പും പുളിയും എല്ലാം ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്യാം. പഞ്ചസാര ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ പുളി ആഡ് ചെയ്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തക്കാളിയുടെ പുളി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ വീണ്ടും പുളി കൂടിക്കോളും. അതുകൊണ്ട് പുളി കറക്റ്റ് ആവും കറിയായി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ ഞാനിനി കറി മാറ്റി വെച്ചിട്ട് വറവ് ചേർക്കാൻ പോവാണ്. പാൻ ചൂടായി വരുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ തീയലാവുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കടുകിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവയും കൂടി ചേർത്തിട്ടാണ് വറവിടുക. എങ്കിലേ കറക്റ്റ് ആവുള്ളൂ തീയലിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണയിലേക്ക് കടുക് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്കൊരു 8 10 ഉലുവ ചേർക്കാം കേട്ടോ, അധികം വേണ്ട. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ചേർക്കുക. ഈ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ വറവ് റെഡിയാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ഉലുവ ചേർക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കാം. ഇതുകൂടി ഒന്ന് കുക്കാവുമ്പോൾ നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കുക. അധികം കളർ മാറിപ്പോകണ്ട. കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വറുത്തരച്ച കറി പോലെ കുറുകില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ലാസ്റ്റ് ഫൈനൽ ഗാർണിഷിങ്ങിന് വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തക്കാളി തീയൽ റെഡി ആയി കഴിഞ്ഞു. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള തക്കാളി തീയൽ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോഴാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഒന്ന് ചൂട് മാറി വരുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാണെങ്കിൽ രാവിലെ തന്നെ കറി റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഇതാ തക്കാളി ഒന്നും കണ്ടോ അധികം ഉടഞ്ഞു പോവാതെ, എന്നാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട്. നമ്മളിപ്പോൾ ഇത് വറുത്തരച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ആരും മനസ്സിലാക്കൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.